ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു മൊബൈൽ ഫോണിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമുക്കതിൻ്റെ സെറ്റിങ്സുകളെല്ലാം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതുവരെയും മൊബൈൽ ഫോണിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പെർഫെക്റ്റ് രീതിയിൽ നമുക്ക് എല്ലാ സെറ്റിങ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഒരു കിടിലം വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ സക്സസ്ഫുള്ളായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ യൂട്യൂബേഴ്സിനും നമ്മുടെ യൂട്യൂബ് വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ചെറിയ വീഡിയോ ആണെങ്കിലും നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്തായാലും 100% ഇൻഫർമേഷൻ കിട്ടുമെന്ന് 100% തന്നെ ഉറപ്പാണ്. എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്കൊരു ഫോണിലൂടെ ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാം? നമുക്ക് ഇനി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും, അതിപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിലും iOS ആണെങ്കിലും, നിങ്ങളുടെ ഫോണിൽ നിന്നും യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഐക്കണാണോ, അതായത് നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ അക്കൗണ്ടാണോ നിങ്ങളുടെ യൂട്യൂബിൽ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ, അതായത് ലോഗോ തന്നെയാണോ കാണുന്നത് എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൺഫേം ആക്കിയതിന് ശേഷം നിങ്ങൾ ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 4 ഓപ്ഷൻസാണ് ഇതിൻ്റെ അത് വരുന്നത്. ക്രിയേറ്റ് എ ഷോർട്ട്, അപ്ലോഡ് എ വീഡിയോ, ഗോ ലൈവ് ആൻഡ് ക്രിയേറ്റ് എ പോസ്റ്റ്. ഇങ്ങനെ 4 ഓപ്ഷൻസാണ് നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് എ ഷോർട്ട് കൊടുക്കുക. ഒരു ലോങ് വീഡിയോ ആണ്, യൂട്യൂബ് ചാനലിലേക്ക് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി അപ്ലോഡ് എ വീഡിയോ കൊടുക്കുക. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ ഒരു ലൈവ് പോകുന്നതിന് വേണ്ടിയാണെങ്കിൽ ഗോ ലൈവ് കൊടുക്കുക. ഒരു പുതിയ പോസ്റ്റ്, അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളുടെ ചാനലിലൂടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ക്രിയേറ്റ് എ പോസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് എ വീഡിയോ കൊടുത്തു. ആ വീഡിയോ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നിങ്ങളുടെ ഗാലറിയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പാക്കണം. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് അല്ലെങ്കിൽ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോവുകയും അതിൽ നിന്നും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു രീതിയിൽ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഗാലറിയിൽ നിന്നും ഡയറക്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തും അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഗാലറിയിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടാമത്തെ ഓപ്ഷനായ ഗാലറിയിൽ നിന്നും ഡയറക്റ്റ് ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ താഴെ കാണുന്ന സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിരവധി ഓപ്ഷൻസ് നമുക്കിതിൽ വരും. അതിൽ നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോഴും നമുക്ക് ആദ്യം കണ്ട പോലെ തന്നെ ആദ്യം നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മൾ അതിലൂടെ വീഡിയോ ഗാലറിയിൽ പോയി സെലക്ട് ചെയ്യണമായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും ഡയറക്റ്റ് ഇതുപോലെയും നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ ഗാലറിയിൽ നിന്നും ഡയറക്റ്റാണ് നമ്മുടെ വീഡിയോ സെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം കാണാം, ടൈറ്റിൽ എഴുതേണ്ട ഓപ്ഷൻ കാണാം, ആഡ് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് തംബ്നെയിൽ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ തംബ്നെയിൽ എങ്ങനെ ആഡ് ചെയ്യാം? ഇപ്പോൾ തംബ്നെയിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ, ഇപ്പോൾ ഞാൻ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യേണ്ട ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, അത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. അത് താഴെ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അതായത് ഒരു പിക്ചറിൻ്റെ ഐക്കണുണ്ട്, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു തംബ്നെയിൽ ആഡ് ചെയ്യാനായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ തംബ്നെയിൽ ആഡ് ചെയ്യേണ്ട ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് ഫോക്കസ് പോവുകയും അതിൽ നിന്നും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തംബ്നെയിൽ നിങ്ങളുടെ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ തംബ്നെയിൽ ഗാലറിയിൽ നിന്നും ആഡ് ചെയ്യും.
ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നും എൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു തമ്പനെയിൽ ഞാൻ ഈ വീഡിയോയിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒരു ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തമ്പനെയിലായിട്ട് സെറ്റാകും. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ നെയിമും അതുപോലെ അതിൻ്റെ ഹാൻഡിലും കറക്റ്റാണോ എന്ന കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടൈറ്റിലിൻ്റെ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ക്രിയേറ്റ് എ ടൈറ്റിൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് @ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാനൽ മെൻഷൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു ഹൗ ടു ക്രിയേറ്റ് അല്ലെങ്കിൽ ഹൗ ടു ക്രിയേറ്റ് വൈറൽ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ടൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഫുൾ അതായത് 100 വേർഡ്സിൽ നമുക്ക് എൻ്റർ ചെയ്യാം. നിങ്ങൾ അത്ര എൻ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വീഡിയോയുടെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു 85 അല്ലെങ്കിൽ 75% മാത്രമാണ് റീഡബിൾ ആയിട്ടുള്ളൂ. റീഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഹോം പേജിലോ അല്ലെങ്കിൽ റെക്കമെൻഡിലോ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ഒരു 45 to 65 റേഞ്ചിൽ വരുന്ന വേർഡുകളാണ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ വേർഡ്സ് കൊണ്ട്, ചുരുങ്ങിയ വേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ വേർഡ്സിലൂടെ നല്ല രീതിയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന, നമുക്കൊരു സ്ട്രൈക്കിങ് അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് തോന്നുന്ന രീതിയിലുള്ള ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഒറ്റ ചെറിയ ടൈറ്റിൽ കൊണ്ട് തന്നെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുകയും പെട്ടെന്ന് അവർക്ക് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാനും കാണുവാനുമുള്ള ഒരു ടെൻഡൻസി കൂടുകയും ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഹൗ ടു ക്രിയേറ്റ് എ വൈറൽ ഷോർട്ട് വീഡിയോ, അത്ര മാത്രം ഞാൻ എഴുതിയുള്ളൂ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് @ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. TutorVault എന്ന് പറയുന്ന എൻ്റെ ചാനൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഹൗ ടു ക്രിയേറ്റ് വൈറൽ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, വീഡിയോസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം TutorVault എന്ന് പറയുന്ന എൻ്റെ ചാനലും മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. അവിടെ ചാനൽ എന്തുകൊണ്ടാണ് മെൻഷൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് നമുക്കവിടെ ടൈറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ചാനൽ അവിടെ മെൻഷൻ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചാനലും അവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തു. ഇനി അതിൽ താഴത്തോട്ട് വരുവാണെങ്കിൽ ആഡ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും നമുക്ക് ചാനൽ മെൻഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതായത് നമുക്ക് ടൈപ്പ് ടു മെൻഷൻ എ ചാനൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ആഡ് ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ടു ക്രിയേറ്റ് എ വൈറൽ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ, നിങ്ങളൊരു ഹൗ ടു മേക്ക് എ ചിക്കൻ അല്ലെങ്കിൽ ഹൗ ടു ക്രിയേറ്റ് എ ചോക്ലേറ്റ് കേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ വീഡിയോസാണ് നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിസ്ക്രിപ്ഷൻസും നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എഴുതാൻ പോകണം ഹൗ ടു ക്രിയേറ്റ് വൈറൽ ഷോർട്ട്സ് വീഡിയോ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ഇവിടെ കോമ ഇടരുത്. ഈ കോമ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഈ കോമയിൽ ഇങ്ങനെ കോമ ഇട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ അത് കട്ടായി പോകും. അല്ലെങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ചാനലിന് എലിജിബിലിറ്റി കിട്ടത്തില്ല, അല്ലെങ്കിൽ വയലേഷൻ വരും. ഒരു യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈന് എതിരായിട്ടുള്ള ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഈ ഒരു കോമ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കാൻ പാടില്ല. അത് ടാഗ്സ് ആണെങ്കിലും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു കോമ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യരുത്. അല്ലാണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ഇട്ടിട്ട് നിങ്ങളിവിടെ ഈ സ്ലാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ, സ്ലാഷ് അല്ലെങ്കിൽ ഈ ഒരു പൈപ്പ് ലൈൻ അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് എഴുതി പോകാവുന്നതാണ്. എഴുതി പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻസ് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പൈപ്പ് ലൈൻ യൂസ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഓരോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യുന്നതെന്ന കാര്യം മനസ്സിലായല്ലോ. കോമ ഒരിക്കലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വയലേഷനാണ്, അല്ലെങ്കിൽ അത് നമുക്ക് യൂട്യൂബിൻ്റെ ചാനലിന് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുക. നിങ്ങൾ ചാനലിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അവിടെ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ TutorVault എന്ന് പറഞ്ഞ് എൻ്റെ ചാനൽ വീണ്ടും മെൻഷൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ TutorVault എന്ന് പറഞ്ഞ് നമ്മുടെ ചാനൽ വീണ്ടും മെൻഷൻ ചെയ്തതിന് ശേഷം ഞാൻ ബാക്ക് വന്നതിന് ശേഷം വിസിബിലിറ്റി അൺലിസ്റ്റഡ് തന്നെ കിടക്കട്ടെ. ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്കുക. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണെങ്കിൽ അത് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷേ എല്ലാ വീഡിയോസും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല, കാർട്ടൂൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഏത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്ക് അടിക്കാതെ നിങ്ങൾ ഏജ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഈ താഴെ കാണുന്ന ഈ രണ്ടാമത്തെ ഡു നോട്ട് റെസ്ട്രിക്ട് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18, അതായത് ഈ ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾ
തീർച്ചയായും സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഡു യു വാണ്ട് ടു റെസ്ട്രിക്റ്റ് യുവർ വീഡിയോ ടു ആൻ അഡൽട്ട് ഓഡിയൻസ്, അതായത് അഡൽട്ട് ഓഡിയൻസിന് വീഡിയോ റെസ്ട്രിക്റ്റ് ചെയ്യണോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ താഴെ കാണുന്ന എക്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂ കിട്ടില്ല. നിങ്ങൾ നോ ഡു നോട്ട് റെസ്ട്രിക്റ്റ് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18 എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. 2 ഓപ്ഷൻസാണ് നമുക്ക് സെലക്ട് ഓഡിയൻസിൻ്റെ അകത്ത് കൊടുക്കാനുള്ളത്. ഒന്ന് നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡും, താഴെ രണ്ടാമത്തെ ഡു യു വാണ്ട് ടു റെസ്ട്രിക്റ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ രണ്ടാമത്തെ നോ ഡു നോട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്ന ശേഷം നിങ്ങളുടെ ലൊക്കേഷൻ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൊച്ചിയിലിരുന്നുകൊണ്ട് ഒരു ട്രാവൽ വീഡിയോ ചെയ്യുന്നവർക്ക് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ലൊക്കേഷൻ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നവരായിക്കോട്ടെ, ലോങ് വീഡിയോസ് ചെയ്യുന്നവരായിക്കോട്ടെ, ഷോർട്ട് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിക്കോട്ടെ, നിങ്ങളുടെ വീഡിയോയിൽ ലൊക്കേഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഓഡിയൻസ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഓഡിയൻസ് അറ്റൻഷൻ നമ്മുടെ ചാനലിലേക്ക് വരും. സെർച്ച് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ലൊക്കേഷനെ കുറിച്ച് നോക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ വീഡിയോയ്ക്ക് കുറച്ചും കൂടെ SEO കിട്ടുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആഡ് പ്ലേലിസ്റ്റ്, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആഡ് പ്ലേലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഷോർട്ട് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലേക്ക് പോവുക. നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ആണ്, ട്രാവലിംഗ് വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യാറുള്ള അതേ പ്ലേലിസ്റ്റ് തന്നെ, അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ഇല്ലെങ്കിൽ ഈ താഴെ കാണുന്ന നമുക്ക് ക്രിയേറ്റ് പ്ലേലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് മൊബൈൽ ഫോണിൽ, നിങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഒരു പുതിയ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ക്രിയേറ്റ് പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ഒരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് സെലക്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞ ശേഷം ഷോർട്ട് റീമിക്സിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കണം. അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ അതിൽ തീർച്ചയായും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ഓപ്ഷൻ തന്നെയാണ് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ. അതിനുശേഷം നിങ്ങൾ താഴത്തോട്ട് വന്നതിന് ശേഷം കമൻറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. കമൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ്സ് ഫോർ റിവ്യൂ. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. കാരണം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും ബാഡ് വേർഡുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിരന്തരം കുറേ ആളുകൾ നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ നശിപ്പിക്കണം എന്ന് കരുതി നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ കയറിയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ബാഡ് കമൻസുകൾ ഇടുകയാണെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഡിസബിൾ ആക്കുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിസബിൾ ആകാണ്ടിരിക്കാനായിട്ട് യൂട്യൂബിലേക്ക് ബാഡ് വേർഡുകൾ എൻ്റർ ചെയ്യാതിരിക്കാനായിട്ടാണ് ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് നമുക്ക് കമൻറ്റ്സ് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഈ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. കാരണം ബാഡ് വേർഡുകൾ കുറേ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാവുകയും അതുപോലെ യൂട്യൂബ് അതിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ അനുസരിച്ച് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് അവർ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഡിസബിൾ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് നിരവധി ആളുകളുടെ വീഡിയോ എടുത്ത് കാണാം കമൻറ്റ് ബോക്സ് ഡിസബിൾ ആയി പോകുന്നത്. അതിങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ അപ്ലോഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് വീണ്ടും കുറച്ച് രീതിയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇതിനുശേഷം നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കാരണം നമ്മൾ യൂട്യൂബിലൂടെ ആപ്ലിക്കേഷനിലൂടെ അപ്ലോഡ് ചെയ്തപ്പോൾ ചെയ്യാണ്ട് പോയ അല്ലെങ്കിൽ അതിൽ കാണേണ്ട ഒരു ഓപ്ഷനുണ്ട് ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോ ഈ താഴെ കാണുന്ന ടാഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ ടാഗ്സ് എൻ്റർ ചെയ്ത് കൊടുത്തതാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാഗ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടാഗ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം റീമിക്സിങ് നമ്മൾ ഓൾറെഡി തന്നെ അലോ ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ വീഡിയോ ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഹോൾഡ് പൊട്ടൻഷ്യൽ കമൻറ്റ് നമ്മൾ ഓൾറെഡി തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ലൈസൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് എന്ന് പറഞ്ഞ് ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്രിയേറ്റീവ് കോമൺ നമുക്ക് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ക്രിയേറ്റീവ് കോമൺ ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്.
ഇതിൽ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ ഓണർ നിങ്ങൾ തന്നെയായിരിക്കും. അത് ആർക്ക് റീയൂസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നില്ല. ബട്ട് ക്രിയേറ്റീവ് കോമൺ ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ മറ്റൊരാൾക്ക് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിടാനുള്ള ഒരു അവകാശം നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വന്ന ശേഷം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മോണിറ്റൈസേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ പെർഫെക്റ്റ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിമോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ അൺലിസ്റ്റഡ് മാറ്റിയിട്ട് വിസിബിലിറ്റി അൺലിസ്റ്റഡ് മാറ്റിയിട്ട് പബ്ലിക് ആക്കുക. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ആദ്യമൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ സെറ്റിങ്സുകളും ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീഡിയോയിലൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രീമിയം രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ യൂട്യൂബ് ചാനൽ ഒരു തെറ്റും കൂടാണ്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. വളരെ സിമ്പിളായിട്ട് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കാണ്ട് വളരെ 2-3 സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് എത്തിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ സെറ്റിങ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള ചെറിയ വീഡിയോസായി അല്ലെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് ഒരു കാൽവയ്പ്പിന് അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് ഒരു കൈത്താങ്ങിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്നും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയേണ്ടതും അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പുകളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ യൂട്യൂബ് വീഡിയോസ് എല്ലാം ഷെയർ ചെയ്തെത്തിക്കുക.